എന്താണ് വാതിലൊക്കെ കുറ്റിയിട്ടിട്ട് പരിപാടി? നിനക്കെന്താ ഉറക്കൊന്നുമില്ല മോനെ? എന്ത് ഈ പാതിരാത്രിക്ക്? ചായ കുടിക്കാൻ പോയാലോ? ഈ പാതിരാത്രി 3 മണിക്ക് നിനക്ക് എങ്ങനെയാണ് എന്നെ ചായ കുടിക്കാൻ വിളിക്കാൻ വേണ്ടി തോന്നിയേ? ഡിപ്രഷനിലാണ് ഞാൻ. വീട്ടുകാരും നാട്ടുകാരും സീനാണ്, മടുത്ത് ജീവിതം. ഈ ഡിപ്രഷൻ വരാൻ വേണ്ടിയിട്ട് നിന്റെ വീട്ടുകാരും നാട്ടുകാരും നിന്നോട് എന്ത് ചെയ്തു എന്നാ നീ പറയണേ? പണിക്ക് പോകാൻ പറയാം എന്നോട്. പണിക്ക് എല്ലാവർക്കും ഞാൻ പണിക്ക് പോകണം. പിന്നെ പണിക്ക് പോകാതെ പറ്റുമോ? പിന്നെ ജീവിക്കണമെങ്കിൽ കയ്യിൽ 4 കാശ് വേണ്ടേ? നിനക്കിപ്പോൾ എത്ര വയസ്സായി? ഈ വർഷം 30. ഇനിയെങ്കിലും എന്നോട് പണിക്ക് പോയില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചോറ് തരില്ല എന്ന് പറഞ്ഞ്. വേണ്ട. അതിനിടയ്ക്ക് നാട്ടുകാരും വാഴ എന്നുള്ള വിളിയും. നീ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നല്ല വാഴയെന്നല്ലേ വലിയ കൊലയുണ്ടാവണേ. ഇനി നാട്ടുകാരും വിളി ഞാൻ ഇനി കൊലയും കാണിച്ചുകൊണ്ട് നടക്കാം. എന്തൊക്കെ കേൾക്കണം. എടാ, നീ ഇപ്പൊ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറും. നിനക്ക് കുറച്ച് കാശൊക്കെ കിട്ടി നീ ആദ്യം പണിക്ക് പോ. ഒന്ന് നിർത്തോ? പണിക്ക് പോകണം പോലും. ഓ വേണ്ട. അവസാനം നീയും പറഞ്ഞൂലേ പണിക്ക് പോവാൻ. കൊള്ളാടാ. അങ്ങനെയല്ല, 25 വയസ്സോട്ട് കേൾക്കണയാ പണിക്ക് പോന്ന്. താല്പര്യമില്ല നീ എത്ര വട്ടം ഞാൻ പറഞ്ഞ്, എന്നിട്ടാരും കേട്ടില്ല. ആരും കേട്ടില്ല. എടാ അതല്ലേ ഞാൻ പറയണേ, നിനക്കൊരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? അതിന് പെണ്ണ് വേണ്ടേ? എത്ര വർഷമായെന്നറിയാമോ അച്ഛൻ നാട്ടിൽ കിടന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പണിയെടുക്കണേ. ഞാൻ കഴിഞ്ഞ സച്ചിൻ്റെ അടുത്ത് ചോദിച്ചു, വല്ല വിസ എടുത്തിട്ടും പുറത്തിട്ട് വന്ന് നോക്കാൻ. കേൾക്കണ്ടേ? എന്നാലും നീ പണിക്ക് പോരുത് കേട്ടോ. ഈ 70 വയസ്സായ അച്ഛനെ തന്നെ വേണം നിനക്ക് പുറത്തിട്ട് വിടാനായിട്ട്. ഓ, എന്നാ അച്ഛൻ്റെ ഒരു അമ്മയ്ക്ക് വിസ എടുത്തു കൊടുത്താലോ? വെറുതെ അല്ല നിന്നെ നാട്ടുകാർ വാഴ എന്ന് വിളിക്കണേ. അത് പോട്ടെ, നീ ഇപ്പം എന്ത് ചെയ്യണേ? ഞാനിപ്പോൾ ഫ്ലോർ മാനേജറല്ലേ? മാനേജറാണ്. അപ്പം നിനക്ക് എന്താ പണി അവിടെ? എന്ന് വെച്ചാൽ ഒരു ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ഞാൻ ആ ഫ്ലോറൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യും. അതായിരുന്നാ ഫ്ലോർ മാനേജർ? കൊള്ളാം.